ജയപാലൻ്റെ കരണത്ത് തല്ലുന്ന കാവേരിയെ കാണാനായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ. കാവേരി ഉറഞ്ഞു തുള്ളി നിൽക്കാണ് നമ്മുടെ ജയപാലൻ്റെ അടുത്ത്. കാരണം തൻ്റെ അച്ഛൻ സമ്പാദിച്ച ഭൂമി കൈക്കലാക്കുകയും പണം തട്ടിയെടുക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ജയപാലിന് നല്ല രീതിയിൽ തന്നെ ജയപാലിനോട് ദേഷ്യമുണ്ട് കാവേരിക്ക്. ഇതേ സമയം കാവേരിയാണെങ്കിൽ ജയപാലൻ്റെ കുത്തിനു പിടിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. ജയപാലനാണെങ്കിൽ അവരെ ആ സമയം മാറ്റി നിർത്താനായിട്ട് എന്തു ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ അച്ഛൻ പണമൊന്നും തന്നിട്ടൊന്നുമില്ല, ഇത് ഞാൻ എൻ്റെ പണം കൊടുത്ത് വാങ്ങിയതാണ്. നിങ്ങളുടെ അച്ഛൻ ഈ ഭൂമി വാങ്ങാനായിട്ട് ഒരുപാട് ആശിച്ചിട്ടുണ്ടാകും, പക്ഷെ അത് നടക്കാതെ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം എൻ്റെ കയ്യിൽ 1 രൂപ പോലും തന്നിട്ടില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം നമ്മുടെ അമ്മ പറയുന്നുണ്ട്, നീ എൻ്റെ ഭർത്താവിനെ, എൻ്റെ അരവിന്ദേട്ടനെ ചതിച്ച് വെട്ടിച്ച് നേടിയെടുത്തതൊന്നും നിനക്ക് അനുഭവിക്കാനായിട്ട് കഴിയില്ലടാ, നീ നശിച്ചു പോകുമടാ എന്ന് പറഞ്ഞ് പ്രാകുന്നൊരു കാഴ്ച. ഇതിനിടയിലാണ് നമ്മുടെ കാവേരി ചാടി ജയപാലനെ തല്ലുന്നത് എന്ന് കാണാം. എല്ലാവരും കൂടി പിടിച്ചു മാറ്റുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയൂട്ടോ. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ജയപാലൻ പറഞ്ഞതെല്ലാം നുണയാണെന്ന് തിരിച്ചറിയുന്ന ആ സമയം വന്നെത്തുന്നു. അതായത് യഥാർത്ഥ ഉടമയും കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട്, തെളിവ് സഹിതം പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ കാവേരി ഒന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ട്. ഇപ്പം മനസ്സിലായോടോ സത്യം എന്താണെന്ന്? താൻ പറഞ്ഞ സത്യവും ഇവർ പറയുന്ന സത്യവും രണ്ടും രണ്ടാണല്ലോടോ എന്ന് ചോദിച്ച് കാവേരി ദേഷ്യപ്പെടുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ കാവേരിയാണെങ്കിൽ അവിടെ നിന്ന് കാവേരിയെ പിടിച്ചു മാറ്റി കൊണ്ടുപോകുന്നതും കാണാനായിട്ട് കഴിയും കൂട്ടുകാർ.